ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാബ് കുക്ക് കളക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണി മനോജ്. ഞങ്ങളുടെ സ്ഥലം മമ്പാട് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനോട് അടുത്താണ് കേട്ടോ ഈ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പതിവ് പോലെ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും മഴയുണ്ടെന്ന് തോന്നില്ലേ? ഞങ്ങൾക്ക് നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്ന ദിവസമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അതായത് ഇന്ന് കുട്ടികൾക്കൊക്കെ അവധിയൊക്കെ പ്രഖ്യാപിച്ചേക്കുക. അപ്പം ഞാൻ 2 ദിവസം മുമ്പായിരിക്കും വീഡിയോ എടുക്കുക. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇനി നാളെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് മറ്റന്നാൾ രാവിലെ ആയിരിക്കും ഇടുക. അപ്പം 2 ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഇന്ന് ഇവിടെ നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴയുണ്ട്. രാവിലെ തൊട്ടേ മഴ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തോരുന്നുണ്ട്, എന്നാലും പിന്നെയും മഴയാണ്. അപ്പോൾ എല്ലായിടത്തും ഏകദേശം ഈ ഒരു സ്ഥിതി തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ എല്ലായിടത്തും ഒരേ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വീടിരിക്കുന്ന ഭാഗത്തോട്ട് കുറച്ചും കൂടി മാറിയ നിലമ്പൂരിനോട് അടുത്ത്. അപ്പം അവിടോട്ട് മഴയില്ലാത്ത സമയം ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലോട്ട് വിളിക്കുമ്പോൾ പറയാം അവിടെ മഴയില്ല, ഇവിടെ നല്ല മഴയായിരിക്കും. കൂടുതൽ ടൈം ഇവിടെയാണ് എനിക്ക് ഒന്ന് മഴ കൂടുതലായിട്ട് കാണുന്നത്. നമ്മുടെ കനോലി പ്ലോട്ടൊക്കെ നമ്മുടെ അടുത്താണ്. അപ്പോൾ ആ കനോലി പ്ലോട്ട് അവിടെയൊക്കെ നല്ല മഴയാണ്, ചില സമയങ്ങളിൽ നല്ല മഴ. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളൊന്നും പുഴ സൈഡിൽ കൂടെ ഒന്നും പോവാതെ നോക്കണം. ഞാൻ കുഞ്ഞുങ്ങളോടാട്ടോ പറയുന്നത്. ഈ വെള്ളമൊക്കെ കാണുമ്പോഴും വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? എല്ലാവരും ഓടിച്ചാടി പോകും. അപ്പം അങ്ങനെയൊന്നും ഇൻസ്റ്റയിൽ ഇടാനും ഫേസ്ബുക്കിൽ ഇടാനൊക്കെ എല്ലാവരും സാഹസികതകളൊന്നും കാണിക്കാതിരിക്കുക. അതേപോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മസ്ലിൻ തന്നെ കാണാം അല്ലേ? നമ്മുടെ ഫേവറേറ്റ് ക്ലോത്ത് ആണ് മസ്ലിന്റെ കോട്ടൺ കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. നമുക്ക് അതിന്റെ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി പ്രിന്റ് ആണ്. 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. ഇത് സ്റ്റൈലായിട്ടുള്ള ഡിസൈൻ ആണെന്ന് നോക്കിയേ. ഇത് എത്ര കൊണ്ടുവന്നാലും തികയാത്തൊരു മോഡലാണ് കേട്ടോ ഈ കോട്ടൺ മസ്ലിൻ. കോട്ടൺ അല്ല, കോട്ടൺ മസ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽക്ക് അല്ലാന്നേ ഉള്ളൂ. വേറെ ചെയ്യാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. എന്നോട് പർച്ചേസ് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ട്. ഞാൻ ടീച്ചർമാരെ സ്പെഷ്യലായിട്ട് പറഞ്ഞ ടീച്ചേഴ്സാണ് കൂടുതൽ വർത്താനം പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, വിളിച്ചിട്ട് അവർ നന്നായി വർത്താനം പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർ ടീച്ചറാണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു മസ്ലിൻ കോട്ടൺ 2 പ്രാവശ്യം വാങ്ങിയപ്പോൾ ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ ചിലപ്പോൾ സിൽക്ക് വാങ്ങും. അപ്പോൾ സിൽക്കിനേക്കാളും കോട്ടൺ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കോട്ടനെ മാത്രം ഉപയോഗിക്കുന്നവർ. പക്ഷെ അവർക്കിത് നല്ലതാട്ടോ. കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഇത് നന്നായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ നല്ല സൂപ്പർ ക്ലോത്ത് ആണ്. അപ്പോൾ വേറെ ഒന്നും ഉപയോഗിക്കില്ല എന്നുള്ള ആൾക്കാരുണ്ടല്ലോ, കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ടീച്ചർ പറയുകയാണെന്ന് വെച്ചാൽ കോട്ടൺ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സിൽക്ക് വാങ്ങി കുഴപ്പമില്ല, പക്ഷെ ഇഷ്ടം ഇത് തന്നെയാണ്. അപ്പോൾ ഈ ക്ലോത്ത് എപ്പോൾ വന്നാലും ടീച്ചർ വാങ്ങാറുണ്ട്. അപ്പം പറയും ഇത് വന്നാൽ പെട്ടെന്ന് പറയണം കേട്ടോ എന്ന് പറയും നേരത്തെ. അങ്ങനെ ഒരുപാട് പേര് കേട്ടോ, ഒരാളെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് പേരുണ്ട്. ഞാൻ ടീച്ചേഴ്സിനെ വെച്ചാൽ അവരിങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് അറിയാം. നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ കോട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ തലയിലൊക്കെ നന്നായിട്ട് നിൽക്കും. തലയിൽ ഇടുന്നവർക്ക് തലയിൽ നിൽക്കുന്ന ഒരു ക്ലോത്ത് ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് നിന്നോളൂ, ഒതുങ്ങി കിടന്നോളൂ. ട്രാൻസ്പെറന്റ് അല്ല. കുറെ കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു പ്രോബ്ലം ആണ്, ട്രാൻസ്പെറന്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ട്രാൻസ്പെറന്റ് അല്ല, നല്ല അടിപൊളി ക്ലോത്ത് ആണ്. ഡിസൈൻ നോക്കിയേ, നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ബ്ലാക്കിനകത്ത് എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ, നല്ല ഭംഗിയാണ് കണ്ടോ. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഗ്ലൈസിങ് ഒക്കെ നമുക്ക് തോന്നും, പക്ഷെ അത് കോട്ടന്റെ അതിന്റെ ഒരു ഗ്ലൈസിങ്ങേ ഉള്ളൂ. അല്ലാതെ കോട്ടന്റെ കൂടെ ചെറിയ റയോൺ മിക്സും കാണും. അപ്പൊ അതിന്റെ ഒരു ഗ്ലൈസിങ് അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. നല്ലൊരു ചെക്സ് പോലെയാണ് ഈ ക്ലോത്ത് കാണുമ്പോൾ തന്നെ. നല്ല ഭംഗിയാണ്, നല്ല സ്മൂത്ത് ആട്ടോ. ഞാൻ എന്നും കൊണ്ടിരുന്നുണ്ട്, എന്നാലും ഇത് നല്ല സ്മൂത്ത് ആണ്. ഇത് കണ്ടോ, അതിന്റെ ഡിസൈനുകളും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ, ബോട്ടം ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൊണ്ടും ടോപ്പ് ചെയ്യാം, ടോപ്പിന്റെ ക്ലോത്തും കൊണ്ടും നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം. എന്നിട്ട് ഷോളും വാങ്ങിയാൽ മതി. ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെയോ ഒരുപാട് കളറുകളുണ്ട്. എന്താ പറയുക, ഒരു മഡ് കളർ ഉണ്ട്, വയലറ്റ് ഉണ്ട്, പീകോക്ക് ബ്ലൂ ഉണ്ട്, ഗ്രേ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഇതിന്റെ ഏതെങ്കിലും ഒരു ബോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ സെറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇല്ല ഇനി 2.5 മീറ്റർ ടോപ്പ് വേണം, 2.5 മീറ്റർ ബോട്ടം വേണം, ഷോള് 2.25, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തരും. അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റ് പറയും. ഇതിന്റെ റേറ്റ് സെറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ 2.5 മീറ്റർ ടോപ്പ്, 2 മീറ്റർ ബോട്ടം, ഷാള് വരുന്നത് 2.25. അങ്ങനെ ഒരു സെറ്റിന് നമ്മൾ കൊടുക്കുന്നത് 980 രൂപയാണ് കേട്ടോ. 980. 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ വളരെ അടിപൊളിയായിട്ടുള്ള പുതിയ മോഡല്, ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡൽ തന്നെ നമ്മൾ ക്ലോത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻകാരി പ്രിന്റില് ജോർജറ്റിലാണ് കേട്ടോ. ചിക്കൻകാരി പ്രിന്റ് ജോർജറ്റിലാണേ. നല്ല സൂപ്പർ മോഡലാണ്. ഇതാ കണ്ടോ, നല്ല ബ്ലാക്ക് ആണ് കണ്ടോ, ബ്ലാക്ക് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിന്റെ എൻഡിങ്ങിൽ കൊടുക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ലേസ് ഇങ്ങനെ സിഗ്സാഗിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. സിഗ്സാഗില് നല്ലൊരു ലേസ് സൈഡിൽ കൂടെ ഉണ്ട്. നല്ല അടിപൊളി ഡിസൈൻ ആണ്. ബ്ലാക്ക് കളറാണ് കേട്ടോ. ഒരു
ത്രെഡ് വർക്കും വരുന്നുണ്ട്. അതിനകത്തൂടെ ഫുൾ ഒരു സീക്വൻസ് വർക്ക് ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ തന്നെ പ്ലെയിനും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗവും കൈയും സ്റ്റിച്ച് ചെയ്താൽ മതി. ബാക്ക് സൈഡിന് നമുക്ക് ബ്ലാക്ക് ഉണ്ട്. അതേപോലെ തന്നെ അനാർക്കലി, ചോളി എന്ത് വേണമെങ്കിലും. അപ്പൊ ഇത് ബ്ലൗസ് ആയിട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് സ്കേർട്ടായിട്ട് ചെയ്യാം. അതേപോലെ സ്രഗ് മോഡൽ ചെയ്യാം. എല്ലാത്തിനും പറ്റുന്ന പുതിയൊരു മോഡൽ ക്ലോത്ത് ആണ് ചിക്കൻകാരി വർക്കിൽ വരുന്ന ജോർജറ്റ്. നല്ല അടിപൊളി ജോർജറ്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 200 ആണ്. അതേപോലെ പ്ലെയിന് റേറ്റ് വരുന്നത് 90 ആണ് കേട്ടോ, 90 രൂപ. ഇത് ഫോക്സ് ജോർജറ്റ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് ലൈനിങ്ങും വന്നിട്ടുണ്ട്. ലൈനിങ്ങിന് റേറ്റ് വരുന്നത് 40 റുപ്പീസ്, 40 രൂപ. അപ്പൊ ഇങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് എത്ര, ഇനി സാരി ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ 5.5 മീറ്റർ വാങ്ങിക്കോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. എങ്ങനെയാണോ വേണ്ടി അതേമാതിരി തരും കേട്ടോ. അപ്പൊ റേറ്റ് വന്ന് ഞാൻ പറഞ്ഞില്ല 200 ആണ്. 44 ആണ് ഇഞ്ച് വിഡ്ത്ത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു പീസിനെ എടുത്ത് നമുക്ക് ഡൗണിൽ കൊടുത്താൽ നല്ല ലെങ്ത് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേമാതിരി സ്ലീവിന്റെ എൻഡിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ, ഓരോ മോഡല് നിങ്ങളുടെ ഐഡിയയിലുള്ള മോഡലിൽ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ്. റേറ്റ് വരുന്ന പറഞ്ഞില്ല 200, 90, 40 റുപ്പീസ്. അതുപോലെ തന്നെ അടുത്തൊരു കളർ, എന്ത് വെറൈറ്റി കളറാന്ന് നോക്കി. വന്നാൽ പെട്ടെന്ന് തീരുന്ന കളറാട്ടോ. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ. നല്ല സ്റ്റൈലായിട്ടുള്ള അടിപൊളി കളറാണ് കേട്ടോ. നല്ല ജോർജറ്റിലാണ് വർക്ക് വരുന്നത്. ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ. ഫുള്ളായിട്ട് ത്രെഡ് വർക്കാണ് കേട്ടോ. മൊത്തം ത്രെഡ് വർക്കിലാണ് വരുന്നത്. എന്നിട്ട് നല്ല സീക്വൻസ് വർക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 1.5 മീറ്റർ ഒക്കെ മതിയെങ്കിൽ അത് അങ്ങനെ പർച്ചേസ് ചെയ്താൽ മതി. ഫ്രണ്ട് പോർഷൻ മാത്രമാണെങ്കിൽ അങ്ങനെ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിന് നമുക്ക് പ്ലെയിനും വരുന്നുണ്ട്. പ്ലെയിൻ നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ക്ലോത്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യിക്കുന്നതാണ്. അപ്പൊ രണ്ടും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ക്ലോത്ത് ഒരേപോലെ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഇതെടുത്തിട്ട് ഇതിന്റെ ഒരു പ്ലെയിൻ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നടന്നാലും നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ഇത് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ തന്നെയാണ് ഇത് രണ്ടും ഈ ഒരു ക്ലോത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇതാ കണ്ടോ, സെറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അപ്പൊ കല്യാണ വർക്കിനൊക്കെ കല്യാണ ടീമൊക്കെ ഒന്നായിട്ട് എടുക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓണമാണ് വരുന്നത് അല്ലേ. ഓണത്തിന് നിങ്ങൾക്ക് ചുരിദാറുകൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ ഡാവണി സെറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെ സെറ്റ്. ചുരിദാറിന്റെ ടോപ്പ് ചെയ്യാം, ഇത് ഷോളും പാൻറ്റും ആക്കാം, ഇത് ഫ്രണ്ട് പോർഷൻ ആക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ഓവറായിട്ട് ഗ്ലൈസിങ് ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ്. റേറ്റ് വരുന്നത് 200 ആണ്. ഇതിന് വരുന്നത് 90 റുപ്പീസ് ആണ്. അപ്പൊ ലൈനിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. ലൈനിങ്ങിന് വരുന്നത് 40 റുപ്പീസ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് ചെയ്തോ. നല്ല സ്റ്റൈൽ ഉണ്ട് കാണാൻ കേട്ടോ. അപ്പൊ ഇങ്ങനെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നമ്മൾ തരും കേട്ടോ. എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും പർച്ചേസ് ചെയ്യാം. അടുത്തത് നോക്കിയേ, എന്ത് സ്റ്റൈലായി കളറ്. ഇത് എന്ത് കളറാന്ന് എനിക്ക് തന്നെ പറയാൻ അറിയത്തില്ല. നല്ല ഭംഗിയിലുള്ള ഒരു കളറാണ് നോക്കിയേ. ഓ ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രീനാ അത്? പിസ്ത ഗ്രീൻ അല്ല കേട്ടോ, ഒരു വെറൈറ്റി ഗ്രീൻ ആണേ. നല്ല ഭംഗിയാ നോക്കിയേ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ തന്നെ നമുക്ക് പ്ലെയിൻ വരുന്നുണ്ട് കണ്ടോ. പ്ലെയിൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത്. അത് സെയിം ആണ് കേട്ടോ. രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്. ലൈനിങ് വരുന്നത് ഇതാ ഇങ്ങനെ. ലൈനിങ് കറക്റ്റ് അല്ല, ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ലൈനിങ് കിട്ടിയുള്ളൂ. ഇതിങ്ങനെയാണ് നമുക്ക് സെറ്റ് വരുന്നത് കേട്ടോ. ലൈനിങ് നമ്മൾ ഇവിടുന്ന് റെഡിയാക്കുന്നതാണ്. ഇതാ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് നല്ല സ്മൂത്ത് ആട്ടോ. ഇത് നല്ല എന്താ പറയുക, നല്ല സ്മൂത്ത്. അപ്പൊ സാരിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതും കൂടെ സാരി ചെയ്തിട്ട് ഇത് ബ്ലൗസ് അടിക്കാം, അങ്ങനെ ചെയ്യാം. ഇനി പ്രോഗ്രാമിന് അങ്ങനെ ഇനിയിപ്പോ കോഡ് ഡ്രസ്സിന്റെ ഒരു ടൈം ആയി അല്ലേ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോ. ഇതും കൊണ്ട് പ്ലെയിൻ എടുക്കുക, സാരി എടുക്കുക, ഇതും കൊണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ അതിങ്ങനെ കോൺട്രാസ്റ്റ് മറ്റു കളറുകളോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എല്ലാത്തിനും വരുന്നത് റേറ്റ് വരുന്നത് 200 ആണ്. ഇതിന് വരുന്നത് ചിക്കൻകാരി വർക്കാണ്. നല്ല എംബ്രോയിഡറി വർക്കാണ്. ഇതാ ബാക്ക് സൈഡ് കാണിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ബാക്ക് സൈഡ് ആണ് കേട്ടോ ഇങ്ങനെ വരുന്നത് കണ്ടോ. നല്ല ത്രെഡിൽ വരുന്ന ചിക്കൻകാരി വർക്കാണ് കേട്ടോ. നല്ല സ്റ്റൈലായിട്ടുള്ള എംബ്രോയിഡറി ആണ്. പ്ലെയിൻ ആയിട്ടുള്ള തുണി, നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള തുണിയാണ്. നല്ല സ്മൂത്ത് ആണ് ഈ ക്ലോത്ത്, നല്ല ഭംഗിയുണ്ട്. അപ്പൊ റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളറാണ്, ഒരു വെറൈറ്റി കളറാണ്. റേറ്റ് വരുന്നത് 200 ആണ്. ഇതിന് വരുന്നത് 90 റുപ്പീസ് ആണ് കേട്ടോ. ഇന്ന് 3 കളറാണ് ഞാൻ കൊണ്ടുവന്നത് അതിന്റെ. അപ്പൊ നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ ഹക്കോബ, എല്ലാവരും കാത്തിരിക്കുന്ന ഹക്കോബയാണ്. ഹക്കോബ നല്ല അടിപൊളി കളറാണ്. അടിപൊളി ഇടിവെട്ട് കളർ അങ്ങനെ തന്നെ പറയാം. നല്ല സ്റ്റൈലായിട്ടുള്ള ഹക്കോബ, നിങ്ങൾക്ക് അറിയാം ഹോൾസ് ഹക്കോബയാണ്. നല്ല കളറ് നോക്കി, എന്ത് ഭംഗിയുള്ള കളറാ. നല്ല സ്റ്റൈലായിട്ടുള്ള കണ്ടോ, എന്ത് ഭംഗിയാ നോക്കി കാണാൻ.
നല്ല അടിപൊളി ഹോൾസക്കോബയാണ്, നല്ല കളറാണ്. റേറ്റ് വരുന്നത് 140 ആണ് കേട്ടോ, 140 രൂപയാണ്. നല്ല ഭംഗിയിലുള്ള 150യുടെ ആണ്, നമ്മളിന്ന് 140ക്കാണ് തരുന്നത്. ഓണത്തിന് എല്ലാവരും നല്ല ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റേറ്റ് കുറവിൽ തരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ 140. അതിൻ്റെ തന്നെ ഇതാ നല്ല ഹോൾസ് വരുന്ന ബ്ലൂ കളറ്, സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ. കണ്ടോ? ആഹാ, സാരി കൊടുത്താലോ, എനിക്ക് നല്ല ഇഷ്ടമുള്ള കളറാണ് കേട്ടോ ഇത്. എനിക്ക് നല്ല ഇഷ്ടം ഈ കളർ, നല്ല ഭംഗി ഈ കളറ്. നല്ല അത്യാവശ്യം ഡാർക്കും ആണ്, എന്നാലും ഇട്ടില്ല അങ്ങനെ ബ്ലൂ കളറ്. കണ്ടോ? നല്ല ഹോൾസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാന്. 140 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഹോൾസക്കോബയാണ്, നല്ല അടിപൊളി കളറാണ് കേട്ടോ. നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു കളറാണ് ബ്ലൂ കളറ് അല്ലേ. അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യുക, ഫ്രോക്കിനൊക്കെ നല്ലതാണ്, നല്ല ഭംഗിയുണ്ട്. സ്കൈ ബ്ലൂ എന്ന് പറയാം, പക്ഷെ സ്കൈ ബ്ലൂ കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും, ഇത് കുറച്ചും കൂടി നല്ല ഭംഗിയിലുള്ള ബ്ലൂ ആണ്. 140 ആണ് കേട്ടോ. അപ്പൊ അതേപോലെ ഗ്രീന്, ഇന്നെല്ലാം നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. 140 ആണ്. നോക്കിയേ, നന്നായിട്ട് ഹോൾസ് വരുന്നുണ്ട്, ഹോൾസക്കോബ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ ഹോൾസ് വരുന്നുണ്ട്. അതിന്റെ വർക്കുകൾ നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് സാരി ബ്ലൗസിന് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. ചുരിദാറിന്, ടോപ്പിന്, ഷാളിന് എല്ലാത്തിനും വെയർ ചെയ്യാൻ നല്ല ക്ലോത്ത് ആണ്. റഫ് ആയിട്ടുള്ള ക്ലോത്ത് അല്ല, നല്ല സ്മൂത്ത് ആണ്, നല്ല ഒഴുകി നിൽക്കുന്ന ക്ലോത്ത് ആണ് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, റഫായിട്ട്, അങ്ങനത്തെ മോഡൽ അല്ല കേട്ടോ. നല്ല ഭംഗിയിലുള്ള ക്ലോത്ത് ആണ്, നല്ല ഗ്രീൻ കളറാണേ. ഓരോ പൂവിനും ഹോൾസ് ആണ് കേട്ടോ. ലീഫ് മാത്രമേ ഉള്ളൂ ഹോൾസ് ഇല്ലാതെ, ഓരോ ലെയറിനും ഹോൾസ് ആണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല സ്റ്റൈലാണ് കാണാൻ, നല്ല ഭംഗിയിലുള്ള കളറാണ്. പിസ്ത ഗ്രീൻ എന്ന് പറയാം. പിസ്ത ഗ്രീനേക്കാൾ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ. പിസ്ത ഗ്രീൻ കുറച്ച് ലൈറ്റ് ആണ്, ഇത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് വരും. നല്ല ഭംഗിയിലുള്ള ഗ്രീൻ ആണ് കേട്ടോ. അപ്പൊ ഇവരെ ഒന്ന് മാറ്റട്ടെ. അടുത്തത് നമ്മുടെ ബ്രൊക്കേഡിന്റെ ക്ലോത്തുകളാണ് കേട്ടോ. അപ്പൊ ഓണമായി, ചേച്ചി കുറച്ച് ബ്രൊക്കേഡ് ക്ലോത്തുകൾ കൊണ്ടുവരുമോന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ നമ്മൾ ബ്രൊക്കേഡിന്റെ സാരിക്ക് വേണമെങ്കിൽ സാരിക്ക് യൂസ് ചെയ്യാം, ചുരിദാറിന് വേണമെങ്കിൽ ചുരിദാറിന് ചെയ്യാം. നിങ്ങളുടെ എല്ലാ മോഡലും ഇപ്പൊ പട്ടുപാവാടയുടെ ബ്ലൗസുകൾക്ക്, പാവാടയ്ക്കും ഒക്കെ പറ്റുന്ന ക്ലോത്ത് ആണ്. നല്ല ഭംഗിയുണ്ട്. 44 ഇഞ്ചിൽ നല്ല സിൽക്കിന്റെ ക്ലോത്ത് ആണ്, ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ആണ്. ബ്രൊക്കേഡിന്റെ റേറ്റ് വരുന്നത് 140 ആണ്. 44 ഇഞ്ചാണ് വിടുത്ത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളറ് അല്ലെ. നല്ലൊരു ലൈറ്റ് റോസ് പോലത്തെ ഒരു കളർ, നല്ല സ്റ്റൈലുണ്ട്. ലൈറ്റ് റോസ് എന്ന് പറയാം, പീച്ചോ, അങ്ങനത്തെ ഒരു കളർ, നല്ല അടിപൊളി ഒരു കളറാണ്. റേറ്റ് വരുന്നത് 140 ഉള്ളൂ, 140 രൂപയുള്ളൂ മീറ്ററിന് കേട്ടോ. അതേപോലെ തന്നെ അതിന്റെ അടുത്തൊരു കളറ്. ഇതെല്ലാം കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതിന്റെ അതേമാതിരി നമ്മുടെ പട്ടുപാവാടയ്ക്കുള്ള ക്ലോത്തും നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് വരുന്നത് നോക്കിയേ, അതിന്റെ തന്നെ നല്ല ഒരു ഗ്രേ കളറാണ് കേട്ടോ. ഒരു നമ്മള് ഗ്രേ കളർ, നല്ല ഡാർക്ക് ഗ്രേ കളറാണ്. എന്നിട്ട് ഫുള്ളായിട്ട് നല്ല ഭംഗിയിലുള്ള, ഇത് തിരിച്ചാണ് കാണിക്കുന്നത്, ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ, ഇങ്ങനെയാണ്. ഓ, ഇത് രണ്ടും കൂടി ഇനി മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഒന്ന് കാണിച്ചു വെക്കാം. ഇതാ കണ്ടോ, എന്ത് ഭംഗിയാ നോക്കിയോ, ഒരേ പ്രിന്റിൽ തന്നെയാണ്, നല്ല ഭംഗിയിലുള്ള ഗ്രേ കളർ ആണ്. എന്നിട്ട് ഫുള്ള് ഗോൾഡൻ വർക്കാണ്. റേറ്റ് വരുന്നത് 140 ആണ് കേട്ടോ, 140 രൂപയുള്ളൂ മീറ്ററിന്. അടുത്തത് വരുന്നത് ഇതാ, ഇത് നമ്പർ ഇടാം കേട്ടോ, അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഫസ്റ്റത്തേതും ഇതും കൂടി മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് നോക്കി എന്ത് ഭംഗിയാ ഇതിന്റെ കളറ്, എന്ത് സ്റ്റൈലാണെന്നറിയാം. അതൊരു ലൈറ്റ് റോസ് ആണ്. ഞാൻ ജസ്റ്റ് അത് ഇങ്ങനെ വെച്ച് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ നല്ല കൺഫ്യൂഷൻ വരും. ഇത് കണ്ടോ, രണ്ട് കളറാണ് കേട്ടോ, രണ്ട് കളറാണ് കണ്ടോ. ഇത് റോസ് ആണ്, ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാ. പട്ടുപാവാട ബ്ലൗസിനൊക്കെ സൂപ്പർ ആയിട്ട് പോകുന്ന ഒരു ക്ലോത്ത് ആണ് കണ്ടോ, എന്ത് ഭംഗിയാ നോക്കിയേ. റേറ്റ് വരുന്നത് 140, 44 ഇഞ്ച് വിടുത്ത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത്. അതിന്റെ തന്നെ നോക്കിയേ, ഓവർ കുറച്ച് നന്നായി വർക്ക് വരുന്ന ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇത് വരുന്നത് ബ്ലാക്ക് ആണ്, ബ്ലാക്കിനകത്ത് ഗോൾഡൻ വർക്ക് കണ്ടോ. നോക്കിയേ എന്ത് സ്റ്റൈലാണ്. ബ്രൊക്കേഡ് ആണ് കേട്ടോ, ബ്രൊക്കേഡ് ക്ലോത്ത് ആണ്. നല്ല ഭംഗിയിൽ ഇപ്പൊ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതുകൊണ്ട് ചുരിദാറിന് ടോപ്പ് ചെയ്ത് ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഷാൾ ഉപയോഗിക്കാം. നമ്മുടെ കസവിന്റെ സെറ്റിന്റെ കളർ ഉണ്ടല്ലോ, അതും കൊണ്ട് പാവാട സ്റ്റിച്ച് ചെയ്യാം, അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 140 ആണ്, ബ്രൊക്കേഡ് ആണ് കേട്ടോ. അതേപോലെ നോക്കിയേ, നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഒരു കോട്ടനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, എന്നാലായിട്ട് കോട്ടനും അല്ല, നല്ല സിൽക്ക് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. നല്ല സ്മൂത്താ, ഇങ്ങനെ എന്താ പറയാ, നല്ലൊരു അടിപൊളി ക്ലോത്ത് ആണ്.
റേറ്റ് 58 ഇഞ്ച് വിട്ട് വരുന്നുണ്ട്. ഒരു ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ഗ്ലൈസിംഗ് ആ നമുക്ക് തോന്നില്ല. നല്ല ജോർജറ്റ് പോലെ നമുക്ക് ഒഴുകി കിടക്കുന്ന ഒരു ക്ലോത്ത് ആണ്. തടിയൊന്നും തോന്നില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 180 ആണ്, 180 രൂപയാണ്. 58 ഇഞ്ചാണ് വിട്ട്. നല്ലൊരു പീക്കോക്ക് കളറാണ് കേട്ടോ. നല്ല പീക്കോക്കിന്ന് ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. എല്ലാവർക്കും ഇട്ടാ ചേരുന്ന ഒരു കളറാണ്. 58 ഇഞ്ച് വിട്ട് ഉണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. നല്ല നോക്കിയേ, ഫ്ലോയിങ് ആയിട്ട് ഒഴുകി കിടക്കുന്ന, പൊന്തി ഒന്നും നിൽക്കത്തില്ല. അങ്ങനത്തെ ഒരു നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. അപ്പോൾ അതിന്റെ തന്നെ നമുക്ക് വേറൊരു കളർ വന്നിട്ടുണ്ട്, ഇതാ യെല്ലോ. അപ്പൊ ഞാൻ വെയർ ചെയ്തേക്കുന്ന ഇതേ ക്ലോത്ത് തന്നെയാണ് കേട്ടോ. യോക്ക് പോർഷനിൽ നമ്മൾ ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതാ ഷാളിന്റെ സൈഡിൽ കൂടിയൊക്കെ നമ്മൾ ഇങ്ങനെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ക്ലോത്ത് ആണ്. നല്ല മോഡലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. അതേ സെയിം ആണ്, പക്ഷെ സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ നല്ല റേറ്റ് ഉള്ള ക്ലോത്തുകൾ റെഡിമെയ്ഡ് ഉണ്ടല്ലോ, നല്ല റേറ്റുള്ള ആ ഒരു മോഡൽ ക്ലോത്ത് ആണ്. അപ്പൊ നല്ല സൂപ്പർ, ഒരു പട്ടിന്റെ ഒക്കെ പോലെ തോന്നും നമുക്ക്. അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ. നല്ലൊരു കോട്ടൺ ഫീൽ പോലെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ്. ലിനൻ എന്ന് പറയാൻ പറ്റില്ല, ലിനൻ എന്ന് വെച്ചാൽ കോട്ടൺ ആണ്. പക്ഷെ ഇതൊരു സിൽക്ക് പോലെയാണ്, എന്നാലൊരു കോട്ടൺ ഫീൽ ആണ്. അതായത് ലിനന്റെ ക്ലോത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു വെയിറ്റ്, ഇങ്ങനെ ഒരു ഫ്ലോയിങ് ഉണ്ടാവില്ല, അതേ മോഡലിലാണ് ഈ ക്ലോത്തും കേട്ടോ. പക്ഷെ ലിനൻ കോട്ടൺ അല്ല, ഒരു സിൽക്ക് ചേർന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ക്ലോത്ത് ആണ്. എല്ലാവരും പർച്ചേസ് ചെയ്യാം കേട്ടോ. അതെ, ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്ന ഇതാ, ഇതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ടോപ്പാണ്. അപ്പൊ ഇതിന്റെ തന്നെ ഇപ്പൊ യെല്ലോ കളറാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ചത് നല്ലൊരു പീകോക്ക് ബ്ലൂ യെല്ലോ കളർ. അപ്പൊ നന്നായിട്ട് ഇപ്പൊ ബോട്ടം ടോപ്പും പാൻറ്റും ഒക്കെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ടോപ്പും ബോട്ടം ചെയ്തിട്ട് ഷോള് വേറെ മിക്സ്ഡ് ആയിട്ടുള്ള കളറിൽ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്തത് വരുന്നത് അതിന്റെ തന്നെ ഇതാ നല്ല ഭംഗിയിലുള്ള ഒരു കളറാണ്. നോക്കി, ഒരു വെറൈറ്റി പേസ്റ്റൽ ഷെയ്ഡുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ക്ലോത്ത് എങ്ങനത്തെയാന്ന് മനസ്സിലാവുന്നുണ്ടോ? 58 ഇഞ്ചാണ് കേട്ടോ. വിട്ട് വരുന്ന 58 ഇഞ്ചാണ്. നല്ല ഭംഗിയിലുള്ള ഒരു ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 180 ആണ് കേട്ടോ, 180 രൂപ. അപ്പൊ ഞങ്ങൾ ഇതിൽ ചെയ്തത് ഇവിടെയുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. യെല്ലോ ചെയ്ത പോലെ തന്നെ ചെയ്തേക്കുന്ന ഒരെണ്ണമാണ്. ഇതിന്റെ വരുന്നത് ഇതാ ഡൗണിലാണ് കേട്ടോ. കണ്ടോ, ഡൗണിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതിന് കോംബോ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഷോളും എല്ലാം ഉണ്ട് കേട്ടോ. ഷോൾ വരുന്നുണ്ട്. ഷോളിനും ഇതാ ഫുള്ളായിട്ട് സൈഡിൽ കൂടി ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ തന്നെ നമ്മളൊരു ഇച്ചിരി ബോഡി ലെങ്ത്തിൽ ഒരു ഫ്രോക്ക് പോലെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് കിട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇതേ ക്ലോത്തിൽ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ജസ്റ്റ് ചെയ്തേക്കുക. അതിൻ്റെ തന്നെ യെല്ലോയും കോംബോ ഉണ്ട്. പീക്കോക്ക് കളർ ഉണ്ടോയെന്ന് ഞാൻ നോക്കാം. പീക്കോക്ക് കളർ സെയിലായി തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കോംബോ ഇങ്ങനെ ഓരോ മോഡൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇത് ഈ ക്ലോത്തിന്റെ ഞാൻ ക്ലോത്ത് കാണിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ ഇതിന്റെ സെറ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. റേറ്റ് വരുന്നത് 180 ആണ് കേട്ടോ. 180 ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ കോംബോ വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് ചോദിച്ചാൽ മതി. ഇതാ കേട്ടോ, നല്ല ഭംഗിയിലുള്ള കളറാണ്. കളർ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. നല്ല സ്റ്റൈലും കളറാണ്. 180 ആണ് കേട്ടോ. ഈ ക്ലോത്തുകളുടെ റേറ്റ് 180. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മാക്സി റെഡിമെയ്ഡും കൂടി കാണിക്കുകയാണ്. അജ്രക് പ്രിന്റിലുള്ള മാക്സികൾ ഒരുപാട് പേർക്ക് ചെന്നിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. സോണി നല്ല ഭംഗിയുണ്ട്, നല്ല സ്മെല്ലാണെന്ന് പറയുന്നത് കുറേ പേര്. കുറേ കസ്റ്റമേഴ്സ് പറയും നല്ല സ്മെല്ലാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ സ്മെല്ല് തന്നെ. അപ്പം നല്ല അടിപൊളി DCMന്റെ മാക്സി റെഡിമെയ്ഡ് മാക്സികളാണ്. 250 ആണ് റേറ്റ് വരുന്നത്. അതിന്റെ പല പല കളർ ഞാൻ ബിറ്റുകൾ കൊണ്ടുവന്നിരുന്നു. അതിന്റെ തന്നെ റെഡിമെയ്ഡുകളാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ 3-4 കളർ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഈ ഒരു കളറേ ഈ അജ്രക് പ്രിന്റിൽ വരുള്ളൂ, അതുകൊണ്ടാണ്. ഇതാ നല്ല സ്റ്റൈലായിട്ടുള്ള മാക്സിയാണ്. അജ്രക് പ്രിന്റിലാണ് കേട്ടോ. അജ്രക് പ്രിന്റിലാണ്, DCM ആണ് മാക്സികൾ. അതിന്റെ തന്നെ വെറൈറ്റി ഒരു കളറാണ്. ഇതിന്റെ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. 10-15 പീസ് വെച്ചുണ്ടാവും. ഇതാ കണ്ടോ, നല്ല റെഡ് കളറ് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല സ്മൂത്ത് ആണ് കേട്ടോ, വെയർ ചെയ്യാൻ നല്ല സ്മൂത്ത് ആണ്. നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ. 250 ആണ്. അതിന്റെ പ്രിന്റുകൾ കഴിഞ്ഞു തോന്നുന്നു. ഇനി അടുത്ത പ്രിന്റുകളെ കാണിക്കാം. ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ട് ബിറ്റുകൾ തികയാത്ത മോഡലുകളായിരുന്നു. അടുത്ത ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വരും ഇപ്പോൾ. ഇതാ കണ്ട, നല്ല സ്റ്റൈലായിട്ടുള്ള ഡാർക്ക് മെറൂൺ കോഫി മെറൂൺ പോലത്തെ മെറൂൺ ആണ്. എന്നിട്ട് അതിനകത്ത് ഫുള്ള് പ്രിന്റ്. ഇതൊന്നും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, മാക്സി ബിറ്റുകൾ നമുക്ക് തികഞ്ഞിട്ടില്ല.
നല്ല അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ. ഇതിന്റെ തന്നെ എല്ലാവരും അങ്ങോട്ട് പോട്ടെ. അടുത്ത കളർ വരുന്നത് നല്ല റെഡ് ആണ്, നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ്. ഈ നമ്മൾക്കിപ്പോ കുറെ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് അജ്രക് പ്രിന്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ ഡള്ളായതായിരിക്കും, പക്ഷെ ഇത് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല കേട്ടോ, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല കളറായിട്ട് തോന്നുന്നുണ്ട്. ആ കളർ തന്നെയാണോ? യെസ്, ഇത് നല്ല അടിപൊളി കളറാണ്. ഇങ്ങനെ ഡാർക്ക് കളർ തന്നെയാണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഫോണിൽ ഫോട്ടോ കാണിക്കുന്നതിനേക്കാളും നല്ല ഡാർക്ക് കളറിലാണ് വരുന്നത്. നല്ല റെഡ് എന്ന് പറഞ്ഞിട്ട് പ്യുവർ റെഡ് അല്ല, ഒരു മെറൂണിഷ് റെഡ് ആണ്. ഒന്ന് വരുന്നത് കോഫി മെറൂൺ ആണ്. ഇത് കണ്ടോ, ഇത് തന്നെയാണ് കുറെ പീസ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ മാറ്റി മാറ്റി കാണിക്കുന്നത്. അതിന്റെ തന്നെ ഇതാ ബ്ലൂ വരുന്നുണ്ട്. ബ്ലൂ വരുന്നത് 55 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 52 ആണ് കേട്ടോ. 52 ഇഞ്ചാണ് വണ്ണം വരുന്നത്. ഇപ്പൊ ഡബിൾ എക്സലാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പം ബ്ലൂക്കാർ അങ്ങോട്ട് പോട്ടെ. അടുത്തത് വരുന്നത് വേറൊരു പ്രിന്റ് ആണ്. ബ്ലൂവിൽ തന്നെ നല്ല സ്മോൾ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേഗം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാ നല്ല ഭംഗിയിലുള്ള, കണ്ടോ എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ. റേറ്റ് വരുന്നത് 250 ആണ് കേട്ടോ. 250. ബ്ലൂക്കാരൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇതാ കാപ്പി വന്നു, കോഫി കളർ വന്നു, കാപ്പി വന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാപ്പി കുടിക്കാൻ കൊണ്ടുവന്നില്ല. ചായ കുടിയൊക്കെ ആദ്യം കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അല്ലാതെ കഴിയില്ല. ഇതാ നല്ല കോഫി കളറ്, കണ്ടോ നല്ല സ്റ്റൈലായിട്ട്, കണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇത് വരുന്നത് നല്ല കോഫി മെറൂണില് നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. അപ്പൊ ബ്ലൂ, കോഫി, ഡാർക്ക് മെറൂൺ, ഇങ്ങനെ 3 കളറാണ് വരുന്നത്. നല്ല സ്റ്റൈലാട്ടോ. ഇതിന്റെ ഒക്കെ പ്രിന്റ് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റത്തെ പ്രിന്റിലാണ് ഇത് കാണിച്ചത് കേട്ടോ. അപ്പൊ ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. ഇതിന്റെ പല പല മാക്സി ബിറ്റുകളാണ് കേട്ടോ. മാക്സി ബിറ്റുകളെല്ലാം റെഡിമെയ്ഡ് ആണ് കേട്ടോ. എല്ലാവരും പർച്ചേസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. പർച്ചേസ് ചെയ്യുന്നത് അത് ആദ്യം പറയേണ്ടിയായിരുന്നു, മഴയുടെ കാര്യം പറഞ്ഞ് മറന്നുപോയി. അപ്പൊ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ കാണിക്കുന്ന ക്ലോത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതിനകത്ത് സ്ക്രീനിൽ 2 നമ്പർ ഉണ്ട്. അതിനകത്തോട്ട് ഏതിനകത്തോട്ടല്ലോ ഒന്നിനകത്തോട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാതെ എത്ര മീറ്ററാണ് വേണ്ടിയെന്ന് വെച്ചാൽ പറയുക കേട്ടോ. അപ്പോൾ ബിറ്റാണ് വേണ്ടെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ അത് പറയുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അയക്കുക. അത്ര തന്നെയുള്ളൂ നിങ്ങളുടെ പ്രൊസീജിയർ. ബാക്കി നമ്മൾ ഇവിടെ നോക്കിക്കോളും. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.